ഹലോ നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ Fourier series of the function f of x is equal to -1 when -1 less than x less than 0 and that is equal to 1 when 0 less than x less than 1. It is given that f of x plus 2 is equal to f of x. F of x plus 2 is equal to f of x means it is a periodic function. F of x is a periodic function having period 2 ആണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ Fourier series of functions having period 2π ആണല്ലോ കണ്ടത്. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ പീരീഡ് 2 ആണ്, ആർബിട്രറി പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച ആ ഫോമുല ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഫോമുലകളെ ഒന്ന് എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos n pi x divided by L plus bn sin n pi x divided by L. ഇതാണുള്ള സീരീസ്. ഇനി a0ൻ്റെ ഫോമുല a0 is given by a0 is equal to 1 by 2L integral minus L to plus L f of x dx and an is given by an is equal to അല്ലെങ്കിൽ നമുക്ക് a0 ഡയറക്റ്റ് കാണാം. a0 കണ്ടതിന് ശേഷം പിന്നീട് a-ൻ്റെ ഫോമുല എഴുതാം. a0 is equal to ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേണ്ട, നമുക്ക് a-ൻ്റെ ഫോമുല തന്നെ എഴുതാം. Now an is equal to 1 by L integral minus L to plus L f of x into cos of n pi x divided by L dx. And finally bn is given by bn is equal to 1 by L integral minus L to plus L f of x into sin of n pi x divided by L dx. ഇതാണല്ലോ 3 ഫോമുലാസാണ്. ഇതിൽ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ജനറൽ ഫോമുല പഠിക്കുന്നതിന് മുമ്പ് ഫംഗ്ഷൻസ് ഹാവിങ് പീരീഡ് 2π പഠിച്ചല്ലോ. ആ ഫോമുലയിൽ നമ്മൾ ഫംഗ്ഷൻ്റെ പീരീഡ് 2π അല്ലേ ചൂസ് ചെയ്ത്. ഇവിടെ ഫംഗ്ഷൻ്റെ പീരീഡ് എത്രയാണ്? ഈ ഫോമുലയിൽ 2L ആണ്. കമ്പയർ ചെയ്യണമെങ്കിൽ L is equal to π ആണ് അല്ലേ. ഇവിടെ ജനറൽ ആയിട്ടുള്ള പീരീഡ് 2L ആണ്. കഴിഞ്ഞ ഫോമുലയിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത പീരീഡ് 2π ആയിരുന്നു. സോ 2L is equal to 2π ഓർ L is equal to π ആണ്. ഇവിടെ നിങ്ങൾ L-ന് പകരം പൈ കൊടുത്തു നോക്കിയാൽ, അപ്പോൾ അത് 1 by 2π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് പഴയ ഫോമുല തന്നെ കിട്ടും. 2πയുടെ സെയിം ഫോമുല കിട്ടും. ഇവിടെ നിങ്ങൾ ഈ ഫോമുല നിങ്ങൾ L-ന് പകരം പൈ കൊടുത്തു നോക്കിയാൽ 1 by π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഓഫ്. ഇവിടെ നിങ്ങൾ L-ന് പകരം പൈ കൊടുത്താൽ പൈ ക്യാൻസൽ ചെയ്യും, കോസ് ഓഫ് എൻ എക്സ്. അപ്പോൾ ഫോമുല 1 by π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഓഫ് എൻ എക്സ് ഡി എക്സ് പഴയ ഫോമുലനായിട്ട് മാറും. ഇവിടെ തന്നെയാണ് 1 by π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് പൈ ക്യാൻസൽ ചെയ്യല്ലോ, സൈൻ ഓഫ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇത് ജനറൽ കേസാണ്. ഈ ജനറൽ കേസിൽ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് L is equal to π you will get the same formula for a0, an and bn in the case of functions having period 2π. ഓക്കെ അല്ലേ. ഇനി നമുക്ക് a0 കാണണം. അതിന് മുമ്പ് ഈ ഫംഗ്ഷൻ്റെ പീരീഡ് 2 എന്നുള്ള ഫംഗ്ഷൻ്റെ പീരീഡ് എത്രയാണ്? 2 ആണ്. ജനറൽ ഫോമുലയിൽ പീരീഡ് എത്രയാണ്? 2L ആണ്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2L is equal to 2 ഓർ L is equal to 1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോമുലയിൽ L നിങ്ങൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ a0 is equal to L-ന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് 1 to plus 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് വരും. കുറച്ച് സ്റ്റെപ്പുകൾ കുറയ്ക്കുകയാണ്. -1 to +1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. പക്ഷേ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ -1 to 0യും 0 to 1ഉം ആയതുകൊണ്ട് നമുക്ക് ആ -1 to 1നെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് -1 to 1നെ നമുക്ക് -1 to 0 പ്ലസ് 0 to 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ശരിയല്ലേ. ഈ -1 to 0യിൽ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? -1 ആണ്. സോ -1 dx 0 to 1 നമ്മുടെ f of x ആരാണ്? 1 ആണ്. 1 dx. That is equal to
ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക മൈനസ് പുറമെ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ലിമിറ്റ് -1 to 0 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ വീണ്ടും എക്സ് ലിമിറ്റ് 0 to 1. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് പുറമെ 0 -1 സോ 1 അത് -1 ആയിട്ട് മാറും പ്ലസ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ട് എത്രയാണ്? എ നോട്ട് 0 ആണ്. ഇനി എ എൻ കാണണം. ഈ എ എൻ കാണണം, നമുക്കിവിടെ കാണാം. Now an is equal to ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1/L. സോ 1/1 or 1 ഇത് 1/L ആണ് വരിക. L is equal to 1 ആണ്. സോ 1/1 ബാക്കി വരുന്ന ഇൻ്റഗ്രൽ -L to +L, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ -1 to +1 f of x into cos of n pi x. നോക്കൂ, n pi x ഡിവൈഡ് ബൈ L എന്നല്ലേ വരുന്നത്. L ഇവിടെ എത്രയാണ്? L is equal to 1 ആണ്. അപ്പോൾ അത് cos of n pi x എന്നേ ഉണ്ടാവുള്ളൂ. n pi x dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇയാൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ f of x -1 to 0 to 1 ആയതുകൊണ്ട് ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻ്റഗ്രൽ -1 to 0 f of x into this 1 എന്നല്ലേ വരിക. ഈ -1 to 0 f of x ആരാണ്? -1 ആണ്. അപ്പോൾ ഇവിടെ -1 പുറത്ത് വെച്ചു. ബാക്കി cos of n pi x പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 -1 to 1 നമ്മൾ -1 to 0 പ്ലസ് 0 to 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഈ -1 to 0 f of x -1 ആയിരുന്നു, പുറത്ത് വെച്ചു. ബാക്കിയുള്ള ആൾ ഇവിടെ ഉണ്ട്. ഇനി 0 to 1 നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? 1 ആണ്. പിന്നെ ഇവിടെ ബാക്കി വരുന്ന ആരാണ്? cos of n pi x dx. cos of n pi x dx ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് cos of n pi x ഇൻ്റഗ്രൽ എന്താണ്? cos of n pi x ഇൻ്റഗ്രൽ sin of n pi x divided by n pi ലിമിറ്റ് -1 to 0 പ്ലസ് again cos of n pi x ഇൻ്റഗ്രൽ sin of n pi x divided by n pi ലിമിറ്റ് 0 to 1 that is equal to minus of 1/n pi നമുക്ക് പുറത്ത് വയ്ക്കാം. സോ 1/n pi പുറമെ ബാക്കി ഇവിടെ നിങ്ങൾ എക്സിന് 0 കൊടുത്താൽ സൈൻ 0 മൈനസ് എക്സിന് -1 കൊടുത്താൽ സൈൻ ഓഫ് -n pi എത്ര തന്നെയാണ്? 0 തന്നെയാണ്. പ്ലസ് ഇവിടെ 1/n pi കോൺസ്റ്റൻറ്റ് പുറത്ത് വയ്ക്കാം. ബാക്കി എക്സിന് 1 കൊടുത്താൽ സൈൻ ഓഫ് n pi വിച്ച് ഇസ് 0, എക്സിന് 0 കൊടുത്താൽ സൈൻ 0. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. an is equal to 0. And finally bn is equal to, ഇനി bn കാണണം. and bn is equal to ഫോർമുല ഇവിടെ എഴുതാം. bn is equal to ഇതാണുള്ള ഫോർമുല. അവിടെ എല്ലിന് വരെ നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/1 ഇൻ്റഗ്രൽ -1 to +1 f of x into sin of n pi x dx. പഴയ പോലെ ഇയാളെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 0 പ്ലസ് 0 to 1. ഈ -1 to 0 f of x -1, അപ്പോൾ മൈനസ് പുറത്ത് വെച്ചു. ബാക്കിയുള്ളത് സൈൻ ഓഫ് n pi x പ്ലസ് ഇനി 0 to 1 നമ്മുടെ ഫംഗ്ഷൻ f of x ആരാണ്? 1 ആണ്. സോ സൈൻ ഓഫ് n pi x dx ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ മൈനസ് ഓഫ് സൈൻ ഓഫ് n pi x ഇൻ്റഗ്രൽ എന്താണ്? ഇറ്റ് ഈസ് മൈനസ് ഓഫ് cos of n pi x divided by n pi
ലിമിറ്റ് -1 to 0 പ്ലസ് അഗെയിൻ സൈൻ ഓഫ് n pi x ഇൻ്റഗ്രൽ മൈനസ് പുറമെ cos of n pi x divided by n pi. ക്ലിയർ? ഈ മൈനസും മൈനസോടെ പ്ലസ് ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ അത് ഈസ് ഈക്വൽ ടു 1/n pi. അപ്പോൾ ഇയാളെ പുറത്ത് വെച്ചു. ഇനി കോസ് ഓഫ് n pi x അല്ലേ ഉള്ളത്. അവിടെ അപ്പർ ലിമിറ്റ് 0 കൊടുത്താൽ ദിസ് ഈസ് cos 0. വാട്ട് ഈസ് cos 0? cos 0 1 മൈനസ്. ഇനി ഇവിടെ നിങ്ങൾ എക്സിന് -1 കൊടുത്താൽ കോസ് ഓഫ് -n pi എന്നാ വരിക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് കോസ് ഓഫ് -n pi. എന്തായിരുന്നു? കോസ് ഓഫ് -n pi ഇസിൽ കോസ് ഓഫ് n pi തന്നെയാണ്. ഇവിടെ എഴുതി വയ്ക്കാം. ആൻഡ് കോസ് ഓഫ് n pi ഈസ് ഈക്വൽ ടു -1 the whole raised to n നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. എന്നിട്ട് പറയാം when x is equal to -1 this is cos of -n pi. Cos of -n pi is equal to cos n pi itself and cos n pi is equal to -1 raised to n. അത് -1 raised to n എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ? മൈനസ് 1/n pi പുറത്ത് ഇവിടെ ലിമിറ്റ് എഴുതിയിട്ടില്ല. ലിമിറ്റ് 0 to 1 ആണല്ലോ. അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് കോസ് ഓഫ് n pi ആൻഡ് കോസ് ഓഫ് n pi ഈസ് -1 the whole raised to n. മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ cos 0 which is 1. ക്ലിയർ? ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ്. ഈ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ ഇയാൾ പ്ലസ് ആവും. ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? നേരെ തിരിഞ്ഞു വരുമല്ലോ. 1 - -1 raised to n ആയിട്ട് മാറും. അപ്പോൾ ഇയാളും സെയിം ടൈം വാല്യൂ നോക്കിയാൽ പ്ലസ് 1/n pi ഇൻറ്റു 1 - 1 raised to n 1/n pi ഇൻറ്റു 1 അപ്പോൾ 2 ടൈംസ് ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2/n pi ഇൻറ്റു 1 - -1 raised to n ആയിട്ട് മാറും. ക്ലിയർ? ഇതാണ് bn. നമ്മൾ നേരത്തെ ചെയ്ത 3 കോഎഫിഷ്യൻസിൽ a0 an 0 ആയിരുന്നു. bn മാത്രമേ ഉള്ളൂ. ഇതാണ് bnൻ്റെ വാല്യൂസ്. നമുക്ക് കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാം. എന്നിന് വാട്ട് ഈസ് b1 എന്നിന് 1 കൊടുക്കണം. എന്നിന് 1 കൊടുത്താൽ ഇത് -1 raised to 1 -1 മൈനസ് പ്ലസ് ആവും. അപ്പോൾ 2 ആയി മാറും. അപ്പോൾ 2 × 2 4 n 1 ആണല്ലോ. സോ 4/pi. സോ b1 ഈസ് ഈക്വൽ ടു 4/pi. വാട്ട് ഈസ് b2? എന്നിന് 2 കൊടുക്കുക. എന്നിന് 2 കൊടുത്താൽ -1 ഹോൾ സ്ക്വയർ 1 -1 0. സോ b2 ഈസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് b3? n is equal to 3. So -1 all raised to 3 -1 minus plus 2 times 2 × 2 4. So 4/3pi. So 4/3pi. What is b4? When n is equal to 4, this is 1 -1 0. b4 0. And what is b5? When n is equal to 5, this is -1 all raised to 5, which is -1 minus plus. So 2 × 2 4 4/5pi. 4/5pi. നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. സോ b1 is equal to 4/pi, b3 is equal to 4/3pi, b5 is equal to 4/5pi, b6 will be 0, b7 will be 4/7pi, etc. നമുക്ക് ഈ സീരീസിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എഴുതാം. Now f of x is equal to a0 plus. What is a0? ഇതാണല്ലോ f of x. a0 plus. a0 എത്ര നമുക്ക് കിട്ടിയ? a0 0 ആണ്. സോ 0 പ്ലസ്. ഇനി ഇവിടെയല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇതിൽ an എത്രയായിരുന്നു? an 0യാണ്. ഇനി ഇത് മാത്രമേ ഉള്ളൂ bnൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വലി f of x is 0 പ്ലസ് സിഗ്മ n is equal to 1 to infinity. an 0 ആയി a0 0 ആയി. ഇപ്പോൾ ഈ ടേംസ് ഒന്നും ഇല്ല. ഇയാൾ മാത്രമേ ഉള്ളൂ. bn സൈൻ ഓഫ് n pi x ഡിവൈഡ് ബൈ l എന്നുണ്ടാവുക. l ഇവിടെ എത്രയാണ്? l ഇവിടെ 1 ആണ്. ഇപ്പോൾ n pi x എന്നേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ n-ന് 1 കൊടുത്താൽ b1 സൈൻ pi x പ്ലസ് b2 സൈൻ n-ന് 2 കൊടുത്താൽ 2pi x പ്ലസ് b3 സൈൻ 3pi x പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് ഈക്വൽ ടു b1 നമുക്ക് എത്ര കിട്ടിയ? 4/pi ആണ്. സോ 4/pi ഇൻറ്റു പ്ലസ് എക്സെട്ര. സോ 4/pi ഇൻറ്റു സൈൻ pi x. b2 0 ആണല്ലോ. ഈ ടേം 0 ആയിട്ട് മാറും. b3 എത്ര കിട്ടിയ? 4/3pi.
So 4 by 3 pi into sin 3 pi x plus etc. 4 by pi നമുക്ക് വേണേൽ പുറത്ത് വയ്ക്കാം. So 4 by pi into sin pi x plus sin 3 pi x divided by 3 plus sin 5 pi x divided by 5 plus etc. ഇതാണ് നമ്മുടെ Fourier series. Okay. Thanks for watching.